ഹലോ, എല്ലാവർക്കും കുട്ടി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മീൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന് കാണാം. നമ്മുടെ ഹോസ്റ്റലിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊന്നും മീൻ വെട്ടാൻ അറിയത്തില്ല, എൻ്റെ മക്കൾക്കും അറിയത്തില്ല. അപ്പോൾ ഇന്ന് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ റെഡിയാക്കുവാണ്. അപ്പോൾ എല്ലാവരും നോക്ക്. ഞങ്ങൾക്ക് കുറേ അയില കിട്ടി, ഒരു ചൂര കിട്ടി. ഇതെങ്ങനെ പെട്ടെന്ന് വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അയിലയുടെ തൊലി ഉരിക്കണ്ട, നല്ലൊരു ചെതുമ്പിച്ചാൽ മാത്രം മതി. ഈ വാലിൻ്റെ അവിടുന്ന് മേപ്പോട്ട്, അതുപോലെ താഴെ ഇതുപോലെ. ചെകിള ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് ഇവിടെ അങ്ങ് വെട്ടുക. ദേ വെട്ടിക്കഴിഞ്ഞു. നല്ലതുപോലെ ചെതുമ്പൽ പോകണം. അയിലയുടെ തൊലി ഉരിക്കത്തില്ല. എൻ്റെ മക്കൾ ചോദിക്കും, മമ്മി അയിലയുടെ തൊലി ഉരിക്കണ്ടായെന്ന്. അയിലയുടെ തൊലി ഉരിച്ചാൽ മീൻ മാംസം അങ്ങ് വല്ലാതെ ഉണ്ടായിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ ചെതുമ്പിച്ചാൽ മാത്രം മതി. ചെകിളയുടെ അവിടെ ഇങ്ങനെ അങ്ങോട്ട് പിടിക്കുക. ആ ചെകിളയുടെ അവിടോട്ട് ഇങ്ങനെ കത്രിക അങ്ങോട്ട് ഇറക്കി വയ്ക്കണം. എന്നിട്ട് ഇങ്ങനെ അങ്ങ് പിടിക്കണം. അതല്ല പിച്ചാത്തി വെച്ചാണെങ്കിലും നമുക്ക് പെട്ടെന്ന് എടുക്കാം. ദേ ഇവിടെ ഒരു കട്ട് കൊടുക്കണം. ദേ പിന്നെ നമുക്ക് ഇതിനകത്തെ ക്ലീൻ നമുക്ക് കൈ കൊണ്ട് ചെയ്യാം. അയിലയൊക്കെ വെട്ടാൻ കത്രിക തന്നെയാണ് എളുപ്പം. അപ്പോൾ നമ്മൾ ഈ മീൻ വെട്ടുമ്പോൾ അയിലയുടെയൊക്കെ ദാണ്ട് ഈ കടാര പോലെ ഇരിക്കുന്ന ഒരു ഭാഗമുണ്ട്, ഈ തലയുടെ ഇവിടെ. ഇത് ഒരു കാരണവശാലും അതിനകത്ത് ഇടരുത്. ഇട്ട് കഴിഞ്ഞാൽ ചാറിനകത്ത് അത് ഇങ്ങനെ നമ്മുടെ തൊണ്ടയിലൊക്കെ വരും. അതുകൊണ്ട് ദേ ഇവിടുന്ന് അത് കട്ട് ചെയ്ത് കളയണം ഇങ്ങനെ. അപ്പം ഇങ്ങനെ ചെയ്യുക. പിച്ചാത്തിയില്ലാതെ നമുക്ക് കൈ വെച്ചും ഇങ്ങനെ വലിച്ചെടുക്കാം. ദേ ഇവിടുന്ന് ഈ ഒരു മുള്ളുണ്ട് ഈ ഇടയ്ക്കൂടെ, തലയുടെ ഇവിടെ. രണ്ടാമത് ഇവിടുന്ന് ഒരു കട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിന് വരും. ഇതൊരു കാരണവശാലും കറിക്കകത്ത് ഇടല്ല. ഇട്ടാൽ ഗ്രേവിയുടെ കൂടെ നല്ല മുള്ള് വരും. അതുകൊണ്ടാണ് ഇത് മാറ്റണം. എന്നിട്ട് ഇങ്ങനെ വലിച്ചെടുത്തു നമ്മൾ കളഞ്ഞു. ഇനി ഇത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. ദേ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്, കല്ലുപ്പ്. എന്നിട്ട് നമ്മൾ ഈ കുടംപുളി വേണ്ട ഇട്ട് വെള്ളത്തിലിട്ട് വെച്ചിരിക്കുവാണ്. ആ കുടംപുളിയുടെ ചാറ് ശകലം ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ ഉളുമ്പെല്ലാം ഇനി പോരും. ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മീൻ നന്നാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. മീനിൻ്റെ അഴുക്കൊക്കെ കളയുന്നത് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനായിട്ട് വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. മുഴുവനെ തന്നെ ഇതിങ്ങനെ തേച്ചെടുക്കണം. അപ്പോൾ ആ ഉളുമ്പെല്ലാം അങ്ങ് പോകും.
കണ്ടോ, ഇത് കണ്ടോ. അപ്പം ഇനി ബാക്കി നമുക്ക് ചൂരയും കൂടെ വെട്ടി കാണിക്കാം. ഇനി നല്ലതായിട്ട് കഴുകണം. അത് ചൂര മീൻ നമ്മൾ രണ്ടായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ മുഴുവനെ വേണമെങ്കിലും വെച്ച് നമുക്ക് ഈ വാലയിൽ കൂട്ടി പിടിച്ചാൽ മതി. എന്നിട്ട് ഈ ഇടയ്ക്കുള്ളിൽ ഇങ്ങനെ അങ്ങോട്ട് കണ്ടിക്കണം, അതിൻ്റെ ആ മുരുത്ത് നോക്കി. കണ്ടോ, കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ വാല് കട്ട് ചെയ്താൽ കൊണ്ടുവന്നത്, അതുകൊണ്ട് പിടിക്കാനൊരു ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കണം. വാലുണ്ടെങ്കിൽ പെട്ടെന്ന് ആ വാലയെ കൂട്ടി നമുക്ക് താപ്പോട്ട് പിടിച്ചാൽ മതി. അതേ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുവന്നപ്പോഴത്തേക്കിനെ വാല് മുറിച്ചാണ് കൊണ്ടുവന്നത്. നല്ലതായിട്ട് തൊലി ഉരിച്ചു. ചിറകിങ്ങനെ വെട്ടിക്കളയണം. അപ്പം നമ്മുടെ ചൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ തലയും കൂടെ വെട്ടി കാണിക്കാം. ഇവിടെ ഇങ്ങോട്ട് പിടിക്കണം, ചെള്ളയുടെ ഇവിടെ ഇങ്ങനെ പിടിക്കണം. ഈ വാഴയുടെ അവിടെ കറക്കി കൊണ്ടുവരണം. എന്നിട്ട് ഇവിടോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കണം തിരിച്ച്. വെട്ടാൻ തടിയില്ല, തടി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ വെട്ടാം. കൈയൊന്നും മുറിക്കാതെ എല്ലാവരും ശ്രദ്ധിച്ച് വെട്ടണം. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന മക്കൾ ഒരു മീൻ വാങ്ങിച്ചാൽ ചൂര എങ്ങനെയാണെന്നാണ് എൻ്റെ മക്കൾ എന്നോട് ചോദിക്കുന്നത്. മമ്മി അതെങ്ങനെ വെട്ടിയെടുക്കും? അപ്പം അവരിവിടെ നിൽക്കുന്നില്ലല്ലോ കാണിച്ചു കൊടുക്കാൻ. അപ്പം ഇത് കാണുക, ഇതുപോലെ ചെയ്യുക. സ്പീഡൊന്നും കൂട്ടണ്ട, പെതുക്കെ ചെയ്താൽ മതി. ഇങ്ങനെ അങ്ങ് ചെത്തിക്കളഞ്ഞാൽ മതി തലയുടെ. ഇപ്പം കണ്ടല്ലോ, തലയുടെ വൃത്തിയായി കഴിഞ്ഞു. ഇനി ഇതിനകത്തെ അഴുക്കൊക്കെ നമ്മളിങ്ങനെ കൈ കൊണ്ടെടുത്ത് കളയണം. ഇവിടെ ഒരു സാധനമുണ്ട്,
ഇതിങ്ങനെ പറിച്ച് കളയണം. ക്ലീനായേ. ഇനി ഇതതിൻ്റെ ആ സൈഡിലത്തെ ഭാഗമാണ്. അത് തൊലി ഉരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം നമ്മുടെ ചൂരയും അയിലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തൊലി ഉരിച്ച് വൃത്തിയാക്കി. ഇനി ഇതിനകത്തും കുറച്ച് ഉപ്പിട്ട് നമ്മൾ പുളിയും കൂടി ഇട്ട് കഴുകിയെടുക്കണം. ഞാൻ മുഴുവനെ അങ്ങ് കഴുകും ഉപ്പിട്ട്. അന്നേരം മീൻ പൊടിഞ്ഞു പോകത്തില്ല. ഉപ്പും പുളിയുടെ നീരും കൂടെ ഒഴിക്കണം. കുടംപുളിയുടെ ചാറ്. എന്തിനാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഉളുമ്പൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ആ വെള്ളം എടുത്തൊഴിച്ച് ഉപ്പ് ഒഴിച്ച് അപ്പം ഇതിനകത്തുനിന്ന് അഴുക്കിറങ്ങുന്ന ഞാൻ കാണിച്ചു തരാമേ. കുറച്ച് നേരം ഇങ്ങനെ വെച്ചാൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇത് വീഡിയോ കാണിക്കേണ്ടതുകൊണ്ട് ശകലം നേരെ കാണിക്കുന്നുള്ളൂ. പിന്നീട് ഞാൻ ശകലം നേരം വെച്ചേക്കും. അത് വീഡിയോ എടുക്കാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. കണ്ടോ 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 പാല് പോലെയാണ് വരുന്നത്. ഇനി പീസാക്കി കാണിക്കണം. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പിടിക്കുക. ഇങ്ങനെ. ഇനി അതിൻ്റെ ഇപ്പുറത്തെ വശത്ത് ഇങ്ങനെ പിടിക്കണം. അപ്പം മുള്ള് ഇങ്ങനെ വരും നമുക്ക്. തല നമ്മളിങ്ങനെ വെച്ചിട്ട് മുഴുവനും ഇടണമെങ്കിൽ മുഴുവനും ഇടാം. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ എൻ്റെ ആ മേളത്തെ ഭാഗത്ത് ഇങ്ങനെയൊന്ന് നമ്മളിവിടെ പ്രസ് ചെയ്തിട്ട് താപ്പോട്ട് കൈ വെച്ച് അമർത്തിയാൽ മതി. ഫുള്ള് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. മുള്ളും തലയും കൂടെ വേറെ കറി വയ്ക്കണം. പീസ് മാത്രം വേറെ വയ്ക്കണം. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ചൂര എങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന്. തൊലി ഉരിച്ച് കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഉപ്പും കുടംപുളിയുടെ ചാറും കൂടെ ഇട്ട് നല്ലതുപോലെ തേച്ച് ഒരു മിനിറ്റ് വെച്ചിരുന്നാൽ അതിൻ്റെ അഴുക്ക് മുഴുവനും ഇനി ഇറങ്ങിപ്പോരും. അപ്പം നിങ്ങളെല്ലാവരും കണ്ടല്ലോ മീൻ വെട്ടുന്നത് എങ്ങനെയാണെന്ന്. എൻ്റെ മക്കളും കണ്ടല്ലോ. അയിലയും വെട്ടി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ തല ഇവിടുന്ന് ഞാൻ കാണിച്ചു തന്നല്ലോ, ഈ 2 ഭാഗം എടുത്ത് കളയണം. അതായത് ഈ സാധനം ഇത് നമ്മുടെ തൊണ്ടയിലൊക്കെ പോകും. കൊച്ചുമക്കൾക്കൊക്കെ കഴിക്കുമ്പോൾ ഈ ഭാഗത്തുള്ള 2 ഇത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ഇനി ഞാനിതൊന്നും കൂടെ കഴുകി വൃത്തിയാക്കട്ടെ. നമ്മുടെ അയിലയുടെ തലയൊക്കെ ഇവിടെ മുറിച്ച് മാറ്റുവാണ്. അതുകൂടെ കാണിക്കാമെന്ന് വിചാരിക്കുന്നു. ഈ മുള്ള വലിച്ചു കളയണം. ഇങ്ങനെ ഇതിനകത്തെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഒന്നുമില്ല ഇനി.
നമ്മുടെ അയിലയെല്ലാം ഇവിടെ റെഡിയായി. ഇനി ചൂര ഞുറുക്കുന്നത് കാണിക്കണ്ടല്ലോ. എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ചെറിയ കഷ്ണമാണ് ചെറിയ കഷ്ണം, വലിയ കഷ്ണമാണ് വലിയ കഷ്ണം, അങ്ങനെ എടുക്കുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.